ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, അവരിൽ നമുക്ക് പുതുജീവൻ ലഭിക്കുമെന്ന് പ്രതീക്ഷ നൽകുന്ന ഈസ്റ്റർ ദിനത്തിൻ്റെ സന്തോഷം എല്ലാവർക്കും നേരുന്നു. ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലേക്കും കടന്നു വരട്ടെ. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് കാണുന്നത്. ആദ്യമായി അതിരാവിലെ യേശുവിൻ്റെ കല്ലറയിലേക്ക് ഓടിയെത്തുന്ന സ്ത്രീകളെക്കുറിച്ച്, രണ്ടാമതായി ദൈവിക വെളിപാടിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഭൂമി കുലുക്കത്തെക്കുറിച്ച്, മൂന്നാമതായി ഭയന്നു വിറച്ച പട്ടാളക്കാരെക്കുറിച്ച്, നാലാമതായി വെളിപ്പെടുത്തപ്പെട്ട ദൈവിക രഹസ്യത്തെക്കുറിച്ച്. ഇന്നത്തെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ സാബത്തിന് ശേഷം ആഴ്ചയുടെ ആദ്യ ദിവസം സ്ത്രീകൾ യേശുവിൻ്റെ കല്ലറ സന്ദർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുന്നത് ഒരു പുതിയ തുടക്കത്തെ സൂചിപ്പിക്കുന്നു, ഒരു പുതിയ ജെറുസലേമിനെ, ഒരു പുതിയ ജീവനെ സൂചിപ്പിക്കുന്നു. ഉദ്ധാന രഹസ്യം ഏറ്റവും ആദ്യം വെളിപ്പെടുത്തി കിട്ടിയത് സ്ത്രീകൾക്കാണ്. ഇതിനും സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. യേശു ജീവിച്ചിരുന്ന സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ അന്നത്തെ കാലഘട്ടം സ്ത്രീകളെ പാടെ അവഗണിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സമൂഹങ്ങൾ സ്ത്രീകളുടെ സാക്ഷ്യങ്ങൾ അവഗണിച്ചിരുന്നു. നിയമപരമായോ സാമൂഹികപരമായോ കാര്യങ്ങളിൽ പുരുഷൻ്റേതായിരുന്നു അവസാനത്തെ വാക്ക്. ഈ ഒരു സാഹചര്യത്തിലാണ് ഉദ്ധാന രഹസ്യത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷികളാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് സ്ത്രീകളെ. ഉൽപ്പത്തി പുസ്തകം 1:27 നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അവനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. എന്നാൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ എവിടെയോ വെച്ച് ആ തുല്യ പങ്കാളിത്തം അവൻ മറന്നു പോവുകയാണ് ഉണ്ടായത്. ദൈവം തുല്യമായി സൃഷ്ടിച്ചതിൽ ഒന്ന് ആധിപത്യം പുലർത്തിയപ്പോൾ മറ്റത് അതിൻ്റെ കീഴെയായി പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ദൈവം അവിടെ ഒരു തിരുത്തൽ കൊണ്ടുവരികയാണ്. ദൈവം തുല്യമായി സൃഷ്ടിച്ചവയെ മനുഷ്യൻ അവഗണിച്ചപ്പോൾ, സമൂഹം അവഗണിച്ചപ്പോൾ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ആദ്യ സാക്ഷികളാകുവാൻ ദൈവം തിരഞ്ഞെടുത്തത് ഇവരെ തന്നെ. ദൈവത്തിൻ്റെ കണ്ണുകളിൽ പുരുഷനും സ്ത്രീയും തുല്യരാണ്. കാരണം പുരുഷനിലും സ്ത്രീയിലും ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും ഉണ്ടാകുന്നു. അതിനാൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം ദൈവം നൽകുകയാണ് ഉണ്ടായത്. 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, അപ്പോൾ ഒരു വലിയ ഭൂകമ്പമുണ്ടായി, കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. ഭൂകമ്പമുണ്ടായി എന്ന് പറയുന്നത് ഒരു ഇമേജറി ആയിട്ടാണ് സുവിശേഷം ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിൽ നമുക്ക് 3 ഈ ഒരു ദൈവിക ഇടപെടലിനെ സൂചിപ്പിക്കുന്ന ഭൂകമ്പം നമുക്ക് കാണുവാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 19:18 നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവം മോശയ്ക്ക് 10 പ്രമാണങ്ങൾ നൽകിയപ്പോൾ ഇതേ ഇമേജറി ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പിന്നീട് ഈ ഇമേജറി ഉപയോഗിച്ചിരിക്കുന്നത് കാണുന്നത് യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷമാണ്. മൂന്നാമതായിട്ട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഈശോയുടെ 2-ാം വരവിനെ ആസ്പദമാക്കിയിട്ടാണ്. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി. കല്ല് എന്ന് പറയുന്നത് ഒരു ഇമേജറി, നമ്മിലെ തിന്മയെ സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന മനുഷ്യൻ്റെ തിന്മയെ ഇത് സൂചിപ്പിക്കുന്നു. ആദ്യ മാതാപിതാക്കളുടെ പാപം മൂലം ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റപ്പെട്ടപ്പോൾ, സ്വർഗത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെട്ടപ്പോൾ നമുക്ക് ദൈവവുമായുള്ള ബന്ധം നഷ്ടമായി. നമ്മുടെ മുന്നിൽ നമ്മുടെ ഈ പാപം, നമ്മുടെ തിന്മ ഈ കല്ലായിട്ട് മാറി. അങ്ങനെ ദൈവത്തിൻ്റെ കൃപ മനുഷ്യരിലേക്ക് കടന്നു വരുവാൻ തടസ്സമായി നിന്നത് അവൻ്റെ പാപങ്ങളാണ്. ദൂതൻ കല്ലുരുട്ടി മാറ്റിയതുപോലെ ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെയും നിരാശയുടെയും കല്ലുകൾ ഉരുട്ടി മാറ്റി നമ്മളിലേക്ക് ദൈവത്തിൻ്റെ കൃപ ചൊരിയുവാൻ വഴിയൊരുക്കുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ പാപത്തിൻ്റെയും നിരാശയുടെയും ശവകുടീരം തകർക്കപ്പെടുകയും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കും നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും നമ്മൾ മാറ്റപ്പെടുന്നു. മൂന്നാമതായി അവനെക്കുറിച്ചുള്ള ഭയനിമിത്തം അവർ മരിച്ചവരെ പോലെയായി, പട്ടാളക്കാർ മരവിച്ചവരെ പോലെയായി. ഇത് സൂചിപ്പിക്കുന്നത് ദൈവിക ശക്തിക്ക് മുന്നിൽ പ്രവർത്തന നിരതമാകുന്ന ലോകത്തിൻ്റെ ശക്തികളെയാണ്. ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സാമ്രാജ്യം തന്നെയായിരുന്നു. കല്ലറയ്ക്ക് പുറത്ത് കാവലിൽ നിന്നായിരുന്ന പട്ടാളക്കാർ ഈ സാമ്രാജ്യ ശക്തിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ ദൈവിക ശക്തിയുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിൻ്റെ ശക്തി നിശ്ചലമാവുകയാണ് ഉണ്ടാകുന്നത്. കാരണം
ലോകത്തിൻ്റെ ഒരു ശക്തിക്ക് പോലും ദൈവത്തിൻ്റെ പദ്ധതി മാറ്റുവാൻ സാധിക്കുകയില്ല. ഇത് സൂചിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം വഴി ലോകത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലുമുള്ള അന്തിമ വിജയത്തെ ആണ്. നാലാമതായി ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കേന്ദ്ര ഭാഗത്തിലേക്ക് വരാം. 28-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു വെളിപാടാണ്. ക്രിസ്തുവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ സ്വന്തം ജനത്തിനെ തിരികെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ട നിത്യജീവൻ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അനുസരണക്കേടുന്ന പാപം മൂലം ദൈവത്തിൽ നിന്ന് അകന്നു പോയ മനുഷ്യനെ തിരികെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുവാനായിട്ട് മനുഷ്യനായി അവതരിച്ച് ഭൂമിയിൽ ഇറങ്ങി വന്ന് മനുഷ്യരുടെ കൂടെ ജീവിച്ച് അവനെ തിരികെ ദൈവത്തിലേക്ക് ചേർത്ത് പിടിക്കുന്ന, തന്നിലേക്ക് ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹമെന്ന രഹസ്യമാണ് ഉദ്ധാനം. ഈ ഉദ്ധാന രഹസ്യം തന്നെയാണ് ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൂടെ നാം പങ്കുചേരുന്നത്. ഓരോ പരിശുദ്ധ കുർബാനയിലും ഉദ്ധിതനായ ക്രിസ്തുവിനെ നാം കാണുന്നു, നാം അവനെ സ്വീകരിക്കുന്നു. പരിശുദ്ധ കുർബാന കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് പറയാൻ കാരണം, പരിശുദ്ധ കുർബാനയിലൂടെ നാം കാണുന്നത്, നാം അനുഭവിക്കുന്നത്, നാം സ്വീകരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉദ്ധാനം തന്നെയാണ്, ക്രിസ്തുവിനെ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം കൊണ്ടാടേണ്ട ഒരു ആഘോഷമാണോ? അല്ല, ഓരോ ദിവസവും നമ്മുടെ ജീവിത ബലിയായി മാറേണ്ട ഒരു ആഘോഷം തന്നെയാണത്. അങ്ങനെ യേശുവിൻ്റെ ഉദ്ധാനം എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നാം ആഘോഷിക്കുന്ന ആഘോഷമായി മാറാതെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്ന, നമ്മുടെ ജീവിതത്തെ നിർവചിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി മാറട്ടെ. ആമേൻ.